20 കോടി ലോട്ടറി ടിക്കറ്റിൻ്റെ തുകയുടെ തർക്കം ഹൈക്കോടതിയിലെത്തി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിലാണ് തർക്കം എത്തിയിരിക്കുന്നത്. ലോട്ടറി അടിച്ചു എന്ന് പറയുന്ന റിട്ടയർ ചെയ്ത ആ ASI അദ്ദേഹം ടിക്കറ്റ് വാങ്ങിച്ച കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ച നമ്പർ XC138455. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ആന്ധ്രയിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ശബരിമലയിലെ അവിടുന്ന് ഒരു ടിൻ നെയ്യ് വാങ്ങിച്ച് പ്രസാദം വാങ്ങിച്ച് ആന്ധ്രയിലുള്ള സുഹൃത്തിന് അയച്ചു കൊടുക്കാനായിട്ട് പുറത്തുള്ള കൊറിയർ സർവീസിൽ എത്തി. കയ്യിലിരുന്ന ചെറിയ പ്ലാസ്റ്റിക് കവറിനകത്താണ് ആ ടിന്നുണ്ടായിരുന്നത്. അതവരെ ഏൽപ്പിച്ചു. പക്ഷേ ആ ടിക്കറ്റ് വാങ്ങിച്ചപ്പോൾ ആ ചെറിയ പ്ലാസ്റ്റിക് കവറിൻ്റെ അടിയിൽ അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് കിടന്നിരുന്നു. അത് വിട്ടുപോയി, മറന്നുപോയി. അതിനകത്ത് തന്നെ ശബരിമല ഒരു ടിൻ പ്രസാദം വാങ്ങിച്ചു വെച്ച് ആ പ്ലാസ്റ്റിക് അതേപടി കൊറിയർ സർവീസ് കൊടുത്തു. അതൊന്ന് പാഴ്സൽ ചെയ്ത് അയക്കണം. അവർ അയച്ചു എന്നാണ് പറയുന്നത്. ലോട്ടറിയുടെ റിസൾട്ട് വന്നു. അത് ക്രിസ്മസ് പുതുവത്സര ലോട്ടറി ടിക്കറ്റാണ്. വില 400 രൂപ. അതിൻ്റെ ടിക്കറ്റ് ഭാഗ്യവാൻ്റെ നമ്പർ വന്നപ്പോൾ XC138455. ആ ലോട്ടറി ടിക്കറ്റിൻ്റെ മറുവശത്ത് ഇദ്ദേഹം പേരെഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും അത് എവിടെയെങ്കിലും അദ്ദേഹം നോട്ട് ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ റിസൾട്ട് വന്നപ്പം ഈ നമ്പറിലാണ് അടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി താനെടുത്ത നമ്പറാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എടുത്ത നമ്പറാണ്. അത് പ്ലാസ്റ്റിക് കവറിനകത്തിട്ടു. അത് കൊറിയറിൽ കൊടുത്തു. കൊറിയറിൽ അദ്ദേഹം ചെന്ന് ചോദിച്ചു, ആ കൊറിയർ അയച്ചോ, ഇല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം. അവർ അത് അയച്ചു എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി. എന്തായാലും ഭാഗ്യവാൻ്റെ നമ്പർ ലോട്ടറി അടിച്ച ആ ടിക്കറ്റ് ഇപ്പം ലോട്ടറി ഡയറക്ടറേറ്റ് എത്തിക്കഴിഞ്ഞു. അവിടെ ക്ലെയിം ചെയ്ത് 20 കോടി രൂപ. ഈ സന്ദർഭത്തിൽ തൻ്റേതാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ASI. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായി. പോലീസ് ഉഴപ്പി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് പിറവം കോടതിയിൽ പരാതി കൊടുത്തൊരു വക്കീൽ മുഖേന. പക്ഷേ അവിടെയും കാര്യങ്ങൾ അത്ര പന്തിയായില്ലെന്ന് തോന്നി. ഹൈക്കോടതിയിലേക്ക് പോയി കാര്യങ്ങൾ. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിലെത്തി കാര്യങ്ങൾ. അദ്ദേഹം അത് പരിശോധിച്ചു. ലോട്ടറി ഡയറക്ടറേറ്റ് ആ ടിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഹാജരാക്കാൻ പറഞ്ഞു. കാരണം ഒറിജിനൽ വലിയ വിലയുള്ളതാണ്, നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ വളരെ വയസ്സായിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്തത്. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഹാജരാക്കാൻ സ്വാഭാവികമായിട്ടും ഫോട്ടോസ്റ്റാറ്റ് ഹാജരാക്കുമ്പം 2 വശവും നമ്മൾ ഹാജരാക്കുമല്ലോ. പക്ഷേ നമ്പറുള്ള മുൻവശം മാത്രമാണ് ഹാജരാക്കിയത് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ലോട്ടറി ഡയറക്ടറേറ്റിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ? എന്തുകൊണ്ട് 2 വശവും ഹാജരാക്കിയില്ല? അവിടെ എന്തോ ഒരു തിരിമറി നടന്ന പോലെ തോന്നുന്നു. എന്തായാലും കോടതി അത് പരിശോധിച്ചപ്പം അതിൻ്റെ മുൻവശത്തെ ഫോട്ടോസ്റ്റാറ്റ് മാത്രമേ ഉള്ളൂ. പിന്നിലാണ് അദ്ദേഹം പേരെഴുതി ഒപ്പിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പെറ്റീഷനിൽ. ലോട്ടറി ടിക്കറ്റ് ഹാജരാക്കാൻ പറഞ്ഞു. ലോട്ടറി ഡയറക്ടറിൻ്റെ അടുത്ത് ആ ടിക്കറ്റ് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ജസ്റ്റിസ്. അതിനകത്ത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അതിൻ്റെ പിൻവശത്ത് അയാളുടെ പേരും നമ്പരും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിപ്പം മായ്ച്ചിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഏതെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചായിരിക്കും അത് മായ്ക്കുന്നത്. സാധാരണ നമ്മുടെ ആൾക്കാരൊക്കെ ആൽക്കഹോള് ഈ ചാരായത്തിൻ്റെ അതൊക്കെ ചെറുതായിട്ട് തേച്ചാൽ മാറും എന്ന് പറയുന്നുണ്ട്. അസറ്റോൺ, അത് നെയിൽ പോളിഷാണ്. നമ്മൾ പോളിഷ് നമ്മുടെ കയ്യിൽ കുട്ടികളൊക്കെ ഇട്ട് കഴിഞ്ഞ് മായ്ച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അസറ്റോൺ. അത് വെച്ചാകാം. പിന്നെ ചിലർ ലെമൺ ജ്യൂസ് പഞ്ഞിയിൽ മുക്കിയിട്ട് റബ്ബ് ചെയ്താൽ പോകുമെന്ന് പറയുന്നു. ചില ടൂത്ത് പേസ്റ്റുകളും അവിടെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മായ്ച്ചാൽ അത് പോകുമെന്ന് പറയുന്നു. അങ്ങനെ നാടനായിട്ടുള്ള പല തന്ത്രങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും മറുവശം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അതെന്താണ് എടുത്ത് കൊടുക്കുക? സാധാരണ ഇത് നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഹൈക്കോടതി ഹാജരാക്കാൻ പറഞ്ഞാൽ 2 വശം എടുത്ത് കൊടുക്കുമല്ലോ. ഒരു വശം മാത്രമേ കൊടുത്തുള്ളൂ.
എങ്കിൽ ലോട്ടറി ഡയറക്ടറിൻ്റെ എന്തോ ഒരു കളി ഇതിനകത്ത് പിന്നിലുണ്ട് എന്ന് തോന്നുന്നു. അത് കോടതിക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ മനസ്സിലാവും. ഒറിജിനൽ ലോട്ടറി ടിക്കറ്റ് വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ അത് ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിൽ അയക്കേണ്ടി വരും. കാരണം അതിൻ്റെ അകത്ത് ആ നമ്പർ ഇയാളുടെ പേരും ഒപ്പും മായ്ച്ചു കളഞ്ഞ അത് ഇങ്കാണ്. ചുവന്നതാണോ നീലയാണോ എന്നറിയത്തില്ല, കറുത്തതാണോ എന്നറിയത്തില്ല. അത് മായ്ച്ചു കളഞ്ഞാലും അവിടെ ലേറ്റൻ്റായിട്ട് അത് അവിടെ കിടക്കും. ഫോറൻസിക് പരിശോധനയിൽ നമുക്കത് കണ്ടെത്താം. ആ പരിശോധനയിൽ ഉപയോഗിച്ച കെമിക്കൽ എന്താണ് അവിടെ തേച്ചെന്ന് അതും കണ്ടെത്താം. അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കോടതി അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഈ ASI പറഞ്ഞ പോലെ തൻ്റെ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് മായ്ച്ചു കളഞ്ഞാൽ ശരി, അത് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിൽ അതിനുള്ള ടെക്നോളജിയിൽ അഡ്വാൻസ്ഡായ കാര്യങ്ങൾ അവർക്കറിയാം. തീർച്ചയായിട്ടും അത് പരിശോധനയിൽ അതിനകത്ത് എവിടെയെങ്കിലും ഒരു എഴുത്തുണ്ടായിരുന്നെങ്കിൽ അത് മായ്ച്ചിട്ടുണ്ടോ എന്നുള്ളതും മായ്ക്കാൻ ഉപയോഗിച്ചത് ഏത് കെമിക്കലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ കോടതിയിലെത്തും. അതുകൊണ്ട് ലോട്ടറി ഡയറക്ടറേറ്റ് ഇതിനകത്ത് എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്കും പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ മറുവശത്തെ ഫോട്ടോസ്റ്റാറ്റ് കോടതിയിൽ ഹാജരാക്കാത്തത്? അവിടെയാണല്ലോ പേരെഴുതി അയാൾ ഒപ്പിട്ടത്. അങ്ങനെയെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ലോട്ടറി ഡയറക്ടറേറ്റ് കുറ്റക്കാർ തന്നെയാണ്. അത് ആ ക്രിമിനൽ ഗൂഢാലോചന അവർക്കും പങ്കുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കോടതി അതിലേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഒറിജിനൽ ലോട്ടറി ടിക്കറ്റ് അവിടെ വന്നാൽ അത് നഷ്ടപ്പെടാതിരിക്കേണ്ടത് ആവശ്യമാണ്. കോടതിയിലെ സീൽഡ് കവറിൽ ഹാജരാക്കാൻ പറയും കോടതി. സീൽഡ് കവറിൽ തന്നെ അത് ഫോറൻസിക് സയൻസ് ലാബറട്ടറി പോവും. റിസൾട്ട് വരുമ്പം ഭാഗ്യവാൻ ആര് എന്ന് നമുക്കറിയാം. കാരണം ഭാഗ്യവാനെ 2 പേരിൽ ഒരാൾ തന്നെ, അതിന് സംശയമില്ല. വാങ്ങിയ ആളിൻ്റെ പേരും അയാളുടെ ഒപ്പുമൊക്കെ ഉണ്ട് മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും ആ നിർഭാഗ്യക്കാരന് തീർച്ചയായിട്ടും അത് തിരിച്ചു കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. ലോട്ടറിയുടെ ഭാഗ്യം ആർക്കാണ്? 2 പേര് ക്ലെയിം ചെയ്തിട്ടുണ്ട്. 2 ഒരാൾക്ക് 20 കോടി രൂപ കൈവശം ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടി എത്തിച്ചേരും എന്നാണ് ഞാൻ കരുതുന്നത്.